ഹലോ നമസ്കാരം. 1989 വൈശാലി എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ് വൈശാലിയുടെ ഇതിവൃത്തം. ഈ കഥയെ അവലംബിച്ചുകൊണ്ട് MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അന്നത്തെ കാലത്തൊരു സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിലെ മനോഹരമായ ഗാനങ്ങളും വളരെ പ്രസിദ്ധമാണ്. MTയുടെയും ഭരതന്റെയും കഴിവുകൾ ഒത്തുചേർന്ന ഈ ചിത്രം പ്രേക്ഷകന് മനോഹരമായ ഒരു ദൃശ്യാനുഭവമാണ് നൽകിയത്. ഞാൻ പലപ്പോഴും വെറുതെ ചിന്തിക്കാറുണ്ട്, ഈ ചിത്രം ഈ കാലഘട്ടത്തിൽ ഒന്ന് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ. MTയുടെ തിരക്കഥയും ഇന്നത്തെ ടെക്നോളജിയും രാജമൗലിയെപ്പോലുള്ള ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും പ്രഗത്ഭരായ ഒരു ഡയറക്ടറുടെ സംവിധാനത്തിൽ ആ ചിത്രം വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും വെറുതെ ചിന്തിക്കാറുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ല. അതിന് ചിലപ്പോൾ അതിൻ്റേതായ കാരണങ്ങൾ കണ്ടേക്കാം. ഈ ചിത്രത്തിലെ ഇന്ദ്രനീലിമയോലും എന്ന ഗാനത്തിൻ്റെ ഒരു റീക്രിയേഷൻ AI വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു. അതാണ് ഇതോടൊപ്പം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കാം ഭരതൻ സാറും അതുപോലെ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരും ഈ ചിത്രം നിർമ്മിച്ചത്. ദിവസങ്ങൾ നീണ്ട ഷൂട്ടിങ്ങും അതും പല പല സ്ഥലങ്ങളിലായി പല പല നേരങ്ങളിൽ കഷ്ടപ്പെട്ട് ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു വൈശാലി. വൈശാലി മാത്രമല്ല, അന്നത്തെ കാലത്ത് പല ചിത്രങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇന്നത്തെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ, എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് പോലും അത്യാവശ്യം ഒരുപക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടായിരിക്കില്ല. അത് അവരെ പോലുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇങ്ങനെയൊരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ നമ്മളെ അനുവദിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. ഇതിൻ്റെ തന്നെ ഒരു 3 മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോ, ഒരു ഷോർട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഡിലീറ്റ് ചെയ്തു. എങ്കിലും അതൊരു മറ്റൊരു മ്യൂസിക് അതിനോട് ചേർത്തുകൊണ്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും AI കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ നോഷ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് 120ഓളം കറികൾ ഉണ്ടാക്കുന്ന ഒരു റോബോട്ടിനെ നിർമ്മിച്ച് വിൽപ്പന തുടങ്ങിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ വളരെ മിതമായ ഇടപെടൽ മാത്രമേ ഈ റോബോട്ടിന് കറികൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഓരോ മേഖലകളിലേക്കും AI കടന്നു വന്നുകൊണ്ട് എലോൺ മസ്ക് പ്രവചിച്ച പോലെ ഒരു യൂണിവേഴ്സൽ ഇൻകം എന്ന കോൺസെപ്റ്റിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം അനുമാനിക്കാൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഒരാൾക്കും ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം ഭാവിയിൽ വന്നേക്കില്ല എന്നാണ് പറയുന്നത്. ജോലികളെല്ലാം AI ഏറ്റെടുക്കും. ഇനി അഥവാ ജോലി ചെയ്യാൻ ഒരു ഹോബി എന്ന നിലയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം. ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം, എങ്കിലും ഭാഗികമായി സംഭവിച്ചുകൂടായികയില്ല. ഇതിന് തന്നെ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ജോലിയില്ലാതെ മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യന് ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ എന്നൊരു ചിന്തയും ഉയർന്നു വരുന്നു. എങ്കിലും ഇതെല്ലാം കാത്തിരുന്ന് കാണാവുന്നത് തന്നെയാണ്. സമീപ ഭാവിയിൽ തന്നെ ഇതൊക്കെ സംഭവിക്കും എന്ന് വേണം കരുതാൻ. എല്ലാവർക്കും പൈസ ലഭിക്കുമ്പോൾ, എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമ്പോൾ, എല്ലാ സർവീസുകളും അവർക്ക് ചീപ്പായി അല്ലെങ്കിൽ ഫ്രീ ആയി തന്നെ ലഭിക്കുമ്പോൾ ഈ ലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. അതിനെ എങ്ങനെ മനുഷ്യരാശി മറികടക്കും എന്നുള്ളതും ഒന്നും നമുക്ക് പ്രവചിക്കാനോ ഒന്നും സാധിക്കില്ല. എങ്കിലും ഇതെല്ലാം കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള പൈസയും സൗകര്യങ്ങളും സർവീസുകളും ലഭിക്കുമ്പോൾ അവരുടെ മനുഷ്യൻ്റെ ചിന്താഗതികൾ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന മറ്റു പ്രവൃത്തികളിലേക്ക് തിരിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ മനുഷ്യനും ഒരുപക്ഷെ അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ ഒരു ഹോബി എന്ന പോലെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഇടപഴകാൻ സാധിക്കും എന്ന് കരുതാം. അങ്ങനെ ഇടപഴകുന്നതിലൂടെ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരൽപ്പം സങ്കീർണമാണ് ഈ സബ്ജക്റ്റ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.